ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശ ബിനീഷ്. അപ്പം HSA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരുടെയും ഒരു കനലായിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ഇടുത്തി പോലെയാണ് നമ്മുടെ ഡേറ്റ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു. ഇനി ഒന്നും ആലോചിച്ചിരിക്കാനുള്ള സമയമില്ല. എടുത്ത് ചാടുക, പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ, അല്ലേ? അപ്പം നമ്മൾ അടിപൊളിയായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി HSA പോരാട്ടവുമായിട്ട് ടീം CC മുന്നോട്ടിറങ്ങിയാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഇനിയും പഠനം തുടങ്ങാൻ പോവുകയാണ്. പഠനം തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. വിഷമിച്ചിരിക്കേണ്ട സമയമല്ല, ഉചിതമായ തീരുമാനം എടുക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം പഠനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന കാര്യമാണ്. സെൽഫ് കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെ കൊണ്ട് ഇത് പറ്റും, അല്ലെ എനിക്കേ പറ്റൂ, അല്ലെങ്കിൽ എനിക്കിത് പറ്റാഴിക എന്നുള്ള കാര്യമൊന്നുമല്ല. ഞാൻ എത്രമാത്രം പരീക്ഷകൾ എഴുതിയ ആളാണ്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുമാത്രം നന്നായി പഠിച്ച ആളാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഒരു ആവശ്യമുണ്ട്, എനിക്കൊരു എക്സാം ക്ലിയർ ചെയ്യണം, പഴയ ആളൊന്നും അല്ല ഞാനിത് പ്രൂവ് ചെയ്യും എന്നൊക്കെ ഒന്ന് വിചാരിച്ചൊന്ന് ഇറങ്ങി നോക്കിക്കേ, കയ്യിൽ നിൽക്കും പരീക്ഷ. വേറെ ഒരു മാജിക്കുമില്ല. സാധാരണ ആരും എഴുതിയെടുക്കുന്ന ഒരു പരീക്ഷ. കഴിഞ്ഞ തവണത്തെ റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഞാൻ പറയുന്നത്. അവരൊരൊറ്റ കാര്യമേ അവിടെ ചെയ്തിട്ടുള്ളായിരുന്നു. കൺസിസ്റ്റന്റ് ആയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോയി നന്നായി പഠിച്ചു. അപ്പം സെൽഫ് മോട്ടിവേഷൻ. ആരും നിങ്ങളെ എപ്പോഴും പഠിക്കും മക്കളെ, അല്ലെങ്കിൽ റാങ്ക് നേടുമോളെ എന്ന് പറയുന്ന 3-4 പേര് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. ഇനിയും അതല്ല എങ്കിലും നിങ്ങൾ ഭാഗ്യം ചെയ്തതാണ്. കാരണം നിങ്ങൾക്ക് സെൽഫ് മോട്ടിവേഷൻ ഉണ്ടേ എങ്കിൽ. സോ തീർച്ചയായിട്ടും സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ഘടകം നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ അതിനെ ഒന്ന് സ്പാർക്ക് ചെയ്ത് വിട്ടാൽ മതിയെന്നേ. നമുക്കറിയാം നമ്മുടെ നീഡ്സും നമ്മുടെ വിഷമതകളും അല്ലെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യലും ഒക്കെ നമുക്കാണ് അറിയാവുന്നത്, അല്ലെ? മറ്റാർക്കെങ്കിലും അറിയാമോ? ആ ഒരു സ്പാർക്ക് ഒന്ന് ഉണർത്തിയാൽ മാത്രം മതി. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമേ ഉള്ളൂ. ദയവ് ചെയ്ത് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് മോട്ടിവേഷൻ ഉറപ്പുവരുത്തുക, മുന്നോട്ട് പോവുക. ദെൻ ഇനി ഒരു കാര്യം, ഞാനൊരു ലിസ്റ്റ് അങ്ങ് തരികയാണ്. ഈ ലിസ്റ്റ് ഒന്ന് ഉറപ്പുവരുത്തണം. ആ ലിസ്റ്റിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങളൊരു വീട്ടമ്മയോ ജോലിക്ക് പോകുന്ന ആരുമാകട്ടെ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പഠനം തുടങ്ങുന്നതിനിപ്പുറം ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് നിങ്ങൾക്ക് വേണ്ട ടൈം, അത് വീട്ടു ജോലിയാകാം, വർക്കിംഗ് അവേഴ്സ് ആകാം. നമ്മൾ രാവിലെ 10 മണിക്ക് പോകുന്നു, 5 മണിക്ക് തിരിച്ചു വരുന്ന കുറേ പേരുണ്ട്. ഇനിയും നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിലും ഈ സമയങ്ങൾ കൂടുതലും നമ്മൾ എന്തിനു വേണ്ടിയായിരിക്കും? ജോലികൾക്ക് വേണ്ടിയായിരിക്കും മാറ്റിവെക്കുന്നത്. സോ ദയവ് ചെയ്ത് ജോലിക്ക് ഒരു ടൈം വെക്കുക. ജോലിക്ക് പോകുന്നവർ മാത്രമല്ല, ജോലിക്ക് പോകുമ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് കിട്ടുന്ന യാത്രാ ടൈം. നമ്മൾ 2 വീലറിൽ പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബസ്സിൽ പോകുമ്പം നമുക്ക് ചിലപ്പം ഓഡിയോ നോട്ട്സ്, വീഡിയോ ക്ലാസ് ഒക്കെ കാണാൻ പറ്റും. ചിലവർക്ക് എന്താ എത്തിച്ചേരുന്ന സ്ഥലത്ത് ചിലപ്പോൾ ടൈം കിട്ടും. ഇനി അതൊന്നും പറ്റുന്നില്ല, ജോലി ഹെക്റ്റിക്കാണോ, നിങ്ങൾ ഡിസിഷൻ എടുക്കണം. ഇനിയും ഈ പറയുന്ന 2 മാസം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ പരീക്ഷയുടെ റിസൾട്ട്. നമുക്ക് എല്ലാം കൂടെ പറ്റില്ല. ചില കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ധൈര്യപൂർവ്വം ഉപേക്ഷിക്കുക. നെക്സ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി, ഇത് ചെയ്തില്ല എന്നൊരു മനസ്സിലൊരു തോന്നലുണ്ടാവരുത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രോപ്പർ ഗൈഡൻസോട് കൂടി മാത്രം നിങ്ങൾ HSA എക്സാമിനെ സമീപിക്കുക. അതിനിപ്പുറം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. രാവിലെ വീട്ടിൽ എണീക്കുമ്പം തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിൽ നിന്ന് നമ്മൾ പണികൾ ചെയ്ത് മാത്രം നിൽക്കാനാണ് എങ്കിൽ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. വളരെ ചെറുതായിട്ട്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡുകളുണ്ട്, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികളുണ്ട്, നമുക്ക് സഹായം ചോദിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ സ്മാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, പഠിക്കാനിരിക്കത്തുള്ളൂ. ദെൻ ഫാമിലിക്ക് വേണ്ടി ചിലവഴിക്കുന്ന ടൈം. മക്കളുണ്ട്, മക്കളുടെ കൂടെ ഒപ്പം സമയം വേണം. പക്ഷെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് കുറച്ചും കൂടി ഒന്ന് കുറവാക്കേണ്ടി വരും. പഴയതുപോലെ ഒരുപാട് സമയം കിട്ടത്തില്ല. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണ്. അവർ കൊണ്ടുവരുന്ന എല്ലാ ഹോംവർക്കും നമ്മൾ ചെയ്തു കൊടുത്ത് അവരെ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ പഠിപ്പിച്ച് അതൊന്നും ആവത്തില്ല. ഞാനും അമ്മയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത്. എൻ്റെ മോൻ 7 പഠിക്കുന്ന മോനാണ്. ചെറുതിലെ തൊട്ട് സെൽഫായിട്ട് പഠിക്കാനായിട്ട് ഞാൻ അവനെ സഹായിച്ചിട്ടുണ്ട്. അവനോട് മിക്ക സമയങ്ങളിലും അവനോടൊപ്പം ഇരിക്കേണ്ട ഒരു ആവശ്യമേ വരാറില്ല. അവൻ അവൻ്റെ പോർഷൻസ് പഠിക്കാറുണ്ട്. പെർഫെക്റ്റ് ആണോ എന്നൊന്നും ചോദിച്ചാൽ ഞാൻ പറയും അല്ല എന്ന് തന്നെ പറയും. അത്ര വലിയ പഠിപ്പിച്ചിട്ടൊന്നുമല്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഫാമിലി ലൈഫ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ജോലി, ഓണ്ടർപ്രണർഷിപ്പ്, ഇതൊക്കെ ഞാൻ അവിടെ ചില വിട്ടുവീഴ്ചകളിലൂടെ മാത്രമാണ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ
ഫുൾ ടൈം അവരോടൊപ്പം വേണം എന്നൊന്നും വാശി പിടിക്കേണ്ട. കാരണം നമുക്കറിയാം നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ജോലി നേടാൻ വേണ്ടി ഏത് സമയത്താണ് കുറച്ച് അത്യാവശ്യം നന്നായി പഠിച്ചു പോകേണ്ടതെന്നറിയാം. ഇപ്പോൾ കണക്കും ഇംഗ്ലീഷും മാത്സും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അവനൊരു ബേസ് കിട്ടുകയാണെങ്കിൽ പിന്നീട് നമുക്ക് അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക. നല്ല കൃത്യമായി തന്നെ അതിൻ്റെ സമയം കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഹെൽത്ത് ഇഷ്യൂസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണ് എങ്കിൽ ആ ഹെൽത്ത് ഇഷ്യൂസിന് എന്താണ് അതിൻ്റെ ഒരു പ്രിക്കോഷൻസ് എടുക്കുക. അതിന് അവർ അതിന് ഒരു നമ്മുടെ ചിലപ്പോൾ ജീവിതശൈലി മാറ്റേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ മരുന്ന് പ്രോപ്പറായിട്ട് എടുക്കേണ്ടി വരുമായിരിക്കും. എല്ലാ ദിവസവും ചിലർക്കുണ്ട് കഫായിരിക്കും, തലവേദന ഉണ്ടായിരിക്കും. അപ്പോൾ പ്രോപ്പർ മെഡിസിൻ എടുക്കുക. അവസാനത്തേക്ക് വെച്ച് മാറ്റിക്കൊണ്ട് ഇരിക്കരുത്. ഓക്കെ. ദെൻ നമ്മുടെ നിങ്ങൾ പഠിക്കാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പരീക്ഷയുടെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ തുടങ്ങും എന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. അതുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ദിവസങ്ങൾ പോയി കിട്ടത്തതേ ഉള്ളൂ. കൺഫ്യൂഷനുമായി ഇരിക്കുകയല്ല, ഡു 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 ഈ നെക്സ്റ്റ് മൊമെന്റിൽ ഡിസിഷൻ എടുത്ത് വളരെ വേഗത്തിൽ തുടങ്ങണം. പലർക്കും ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്നാ പിന്നെ ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കറിനോടൊപ്പം പഠിക്കാം, അല്ലെങ്കിൽ മറ്റൊരിടത്ത് ചേർന്നാലോ, അതോ വേറൊരിടത്ത് ചേരാം. അപ്പോൾ ഒരു 100 വിളിക്കും. ഇവിടെ 4999 രൂപ. അതാണ്ട് ഇന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് 899 രൂപ, ഒരു 1099 രൂപ. അപ്പോൾ ഇനി ഇവർ 4099 രൂപ ആക്കുന്നുണ്ട്, മറ്റേ വേറൊരാൾ 899 രൂപയാക്കുന്നുണ്ട്. ഇത് 899 രൂപയ്ക്ക് ഇവരുടെ എല്ലാ ഫീച്ചേഴ്സും കിട്ടുമോ? അതൊന്ന് വിളിച്ചു ചോദിച്ചാലോ. അപ്പോൾ അവർ പറയും 899 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നാലേ അവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അവരപ്പോൾ സ്വാഭാവികമായും പറയും 899 രൂപയ്ക്ക് ഈ സർവീസസ് ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ നെഗോഷിയേറ്റ് ചെയ്യും. ഈ പറയുന്ന കാര്യം എനിക്ക് ഇങ്ങനത്തെ നോട്ട് കിട്ടുമോ, 5 അധ്യാപകരുണ്ടാവുമോ, PG ഉള്ളവരാണോ എടുക്കുന്നത്, അല്ലെങ്കിൽ എന്താ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവുമോ, ആപ്പിൽ ഫുൾ ടൈം ക്ലാസ്സുകൾ ആദ്യം സിലബസ് ബേസ് വെച്ചിട്ടുണ്ടാകുമോ, ഇതൊക്കെ എങ്ങനെ 899 രൂപയ്ക്ക് കിട്ടുക? അത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പം നമ്മൾ അവിടെ ചെയ്യുന്നത് ഒരു ഡിസിഷൻ നമ്മൾ എടുക്കത്തില്ല. ഇവിടെയാണെങ്കിൽ നമ്മൾ വിളിച്ചിട്ട് ഈ സാധനം ഇങ്ങനെ കിട്ടും, അതിനെന്താ ഇവിടെ എന്താ ഇത്ര രൂപയാകുന്നത്, അവിടെ 899 രൂപയല്ലേ ഉള്ളൂ, അല്ല 1250 രൂപയുള്ളല്ലോ എന്ന് നമ്മളോട് പറയുന്ന സമയത്ത് നമ്മുടെ സമയമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല എങ്കിൽ ഒരു ബുക്ക് മേടിക്കാൻ വേണ്ടി പോകുന്നു. ബുക്ക് മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ബുക്കിന് ഇത്ര രൂപ, മറ്റേ ബുക്കിന് ഇത്ര രൂപ, ഇതിലേത് വേണം, ഒരു 10 പേരോട് നമ്മൾ ചോദിക്കും ഏതാണ് നല്ലത്. ഇതിനൊന്നും ഇനി സമയമില്ല. നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നോ അത് നമുക്ക് കിട്ടും. അത് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടൈം ഈസ് വെരി പ്രഷ്യസ്. മോർ ദാൻ 60 ഡേയ്സ് നിങ്ങൾക്കില്ല. ഒരു പ്ലാൻ വെച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ഫസ്റ്റിന് പഠിച്ചു തുടങ്ങുവാണെങ്കിൽ ജൂലൈ അടുത്ത 30 എത്തുമ്പോൾ നിങ്ങളുടെ 60 ഡേയ്സ് അവസാനിക്കുകയാണ്. ഇതിൽ വേണം നിങ്ങൾക്ക് ഓരോ പോർഷനും വേണ്ടി മിനിമം ഒരു 5 ദിവസം മാത്രമാണ് ഒരു യൂണിറ്റിന് വേണ്ടി കിട്ടുന്നത്. അപ്പം അത് മനസ്സിലേക്ക് വെച്ച് വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടി. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസിഷൻ വളരെ വേഗത്തിൽ എടുക്കുക. ദെൻ ടൈം ടേബിൾ സ്വയം തയ്യാറാക്കാൻ പറ്റാത്തവരാണെങ്കിൽ സപ്പോർട്ട് കിട്ടുന്നിടത്ത് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം. ഇത് വരച്ച് നമ്മൾ ചെയ്തെടുക്കാനുള്ള സമയമല്ല ഈ 60 ദിവസം എന്ന് പറയുന്നത് മനസ്സിലാക്കുക. മെറ്റീരിയൽസ് സ്വയം കണ്ടെത്താൻ മിക്കവർക്കും പറ്റില്ല. 99% മെറ്റീരിയൽ ലഭ്യമല്ലായിരിക്കും. അങ്ങനെയുള്ളവർ മെറ്റീരിയൽ ഉള്ളിടത്ത് തന്നെ, അതായത് ഇതിൻ്റെ ഒരു റിസോഴ്സസ് മീൻസ് ക്ലാസ്സുകളാകാം, എല്ലാ മെറ്റീരിയൽ വായിച്ചുകൊണ്ടിരിക്കുമ്പം PSC ഇപ്പം നമ്മൾ PSC ലെവലിൽ പഠിപ്പിക്കുന്നവരോടൊപ്പം പഠിക്കണം. എങ്കിലേ ഈ മെറ്റീരിയലിനെ എങ്ങനെ അവർ യൂസ് ചെയ്യുമെന്ന് മനസ്സിലാവത്തുള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ ചില വർഷങ്ങൾ നമുക്ക് കാണാതെ പഠിച്ചിട്ടൊന്നും ഓർമ്മയുണ്ടാവില്ല. നമ്മൾ ആ വർഷത്തിന് നമ്മൾ ചിലപ്പോൾ പല രീതിയിൽ പഠിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ 1967 കോൺസിക്യൂട്ടീവായ 2 വർഷമാണ്. ഈ 67 എനിക്കറിയാം PSC കുറേ വർഷം ഈ വർഷങ്ങൾ GK പോർഷനിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ ഓർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ലോട്ടറി അടിക്കുക, ലോട്ടറി അടിച്ചു എന്ന് വിചാരിച്ച്. അപ്പോൾ ലോട്ടറി അടിച്ച് നമുക്ക് ആദ്യം എന്താ ഉണ്ടാവുന്നത്? അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങോട്ട് പൊട്ടിപ്പോകുന്ന പോലെ ഒരു ഞെട്ടലല്ലേ? ആണേ. അപ്പോൾ ആ ലോട്ടറി അടിച്ചു ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ഹൃദയം ഇങ്ങനെ എന്താ പോകുന്നത്? റോക്കറ്റ് പോലെ അങ്ങ് പറക്കും. നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ റോക്കറ്റ് പോലെ ഇങ്ങനെ പറക്കും, ആണോ? അപ്പം ഈ ഹൃദയം പൊട്ടിപ്പോകുന്നു എന്നൊക്കെ പറയുമ്പം ഹൃദയത്തിന് എന്തോ ഒരു അമെൻമെന്റ് സംഭവിക്കുന്നുണ്ട്. ഹൃദയത്തിന് എന്തോ ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ട്. ഒരു അമെൻമെന്റ് ഉണ്ട് അല്ലേ? ഹൃദയം ഒരു അമെൻമെന്റ് വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു.
ഹൃദയം റോക്കറ്റ് പോലെ പോകുന്നുണ്ട്, അമെൻമെന്റ് പോലെ പോകുന്നുണ്ട്. ഇപ്പൊ ഈ റോക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ റോക്കറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? റോക്കറ്റിൽ എവിടാ പോകുന്നത്? വിനോദസഞ്ചാരത്തിനാണ് പോകുന്നത്, അല്ലെ? വിനോദസഞ്ചാരത്തിനാണ് പോകുന്നത്. റോക്കറ്റ് ഇന്നിപ്പോ കാലത്ത് വിനോദസഞ്ചാരത്തിനാണ് പോകുന്നത്, അല്ലെ? അപ്പൊ നോക്കിക്കേ, ഞാൻ കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചു. PSC ചോദിച്ച വർഷം ഇത്രമേ ഉള്ളൂ, വലിയ വർഷങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. എന്താ നോക്കിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോട്ടറി കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ട് ലോട്ടറി വന്ന വർഷം ഏതാ? കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ട് ലോട്ടറി വന്ന വർഷം നമ്മുടെ വേറെ ഒന്നുമല്ല, 1967. ആദ്യമായിട്ട് എന്താണ്? ഹൃദയ ശസ്ത്രക്രിയ നടന്നു. ലോകത്ത് ആദ്യമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ നടന്ന വർഷം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1967. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചു. ഇന്ത്യയിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? നമ്മുടെ തുമ്പയിൽ നിന്നും രോഹിണി എന്ന് പറയുന്ന റോക്കറ്റാണ് പോയത്. അതും 67. ഇല്ലേ? ഇനിയും ഞാനിവിടെ അമെൻമെന്റ് എന്ന് പറഞ്ഞൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരത്തെ സുപ്രീം കോടതി ശരിവെച്ചിട്ടുള്ള വർഷം 1967. ഇനി അടുത്ത എന്താണ്? ഐക്യരാഷ്ട്ര സംഘടന നമുക്ക് എല്ലാവർക്കും അറിയാം, വിനോദസഞ്ചാര വർഷമായിട്ട് ആചരിച്ചതും 1967. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ലോട്ടറി അടിച്ചു, നമ്മുടെ ഹൃദയം എന്ത് ചെയ്തു? ഇങ്ങനെ റോക്കറ്റ് പോലെ ഉദിച്ചു. അത് കഴിഞ്ഞിട്ട് ആ റോക്കറ്റ് പോലെ ഉദിച്ചു കഴിഞ്ഞപ്പോൾ ഹൃദയവും റോക്കറ്റും ഒക്കെ കിട്ടി, അമെൻമെന്റ് കിട്ടി, വിനോദസഞ്ചാര വർഷം കിട്ടി, അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും 67 എന്ന് പറയുന്ന ഒരു വർഷത്തെ. അപ്പൊ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തപ്പോഴാണ് ഞാൻ ഈ 4-5 പോയിന്റ് എഴുതിയത്? ഒരു ആസൂത്രണം ചെയ്തതുകൊണ്ടാണ് എനിക്കിത് ഓർമ്മ വന്നത്. അപ്പൊ അടുത്ത പോയിന്റും കൂടെ പഠിച്ചോ. സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. നിങ്ങളൊന്ന് ഉറപ്പിച്ച് നോക്കിക്കോ, ഈ വർഷങ്ങളൊക്കെ PSCയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. 67 നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ പഠിച്ചു പോകാൻ പറ്റും. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ് പെട്ടെന്ന് കണക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് PSC പഠിപ്പിക്കുന്ന ആളാണ്, GK പഠിപ്പിക്കുന്ന ആളാണ്. അപ്പൊ അവിടെയാണ് റെലവെന്റ് ആയിട്ട് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ കണ്ടെത്തുമ്പോൾ മെറ്റീരിയൽ സ്വയം പ്രിപ്പയർ ചെയ്ത് ഇരുന്ന് സമയം കളയാനുള്ളതല്ല, പഠിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കുക. ദെൻ സപ്പോർട്ട്, നമുക്ക് പല കാര്യത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ട് വരും. നിങ്ങൾ മെന്റലി ടയേർഡ് ആയിരിക്കും, ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. സോ വാട്ട് എവർ നിങ്ങളുടെ എന്ത് ഇഷ്യൂ ആണെങ്കിലും സപ്പോർട്ട് സീക്ക് ചെയ്യുക. ആരോടെങ്കിലും പറയണോ, ഒരാൾ സപ്പോർട്ട് ചെയ്യണോ, തീർച്ചയായിട്ടും ചോദിക്കുക. ചിലപ്പോൾ അവർ ചെയ്യും, ചിലപ്പോൾ അവർ ചെയ്യത്തില്ല. അത്രയല്ലേ ഉള്ളൂ. എന്ന് പറയും എല്ലാ കാര്യവും മറ്റുള്ളവരിൽ ഏൽപ്പിക്കുക എന്നുള്ളതല്ല. നമുക്ക് വേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ഒരു ചിലപ്പോൾ നമ്മളോട് ഒരു കൈത്താങ്ങായിരിക്കും അതുണ്ടാവുന്നത്. ഒരു സഹായം ചോദിച്ചെന്ന് പറയും, ഒന്നും സംഭവിക്കത്തില്ല, സഹായം ചോദിക്കുക. സപ്പോർട്ട് നേടുക എന്നുള്ളതിനർത്ഥം അവിടെ നിങ്ങൾക്ക് കഴിവില്ല എന്നൊരു അർത്ഥവുമല്ല. നിങ്ങളൊരു സപ്പോർട്ട് നേടുന്നത് കൊണ്ട്, മറിച്ച് വിജയത്തിലേക്ക് എത്താനുള്ള ഒരു പോംവഴിയാണെന്ന് വിചാരിച്ചാൽ മതി. സപ്പോർട്ട് പഠനത്തിൽ വേണമോ? പലരും പറയാറുണ്ട്, ഞാൻ ഇത്രയൊക്കെ പഠിച്ചതാണ്, HSA പോലൊരു പരീക്ഷയ്ക്ക് കോച്ചിങ് എടുക്കുന്നതിന് എന്തിനാണ് മറ്റൊരിടത്ത് പോകുന്നത്? ശരിക്കും നമ്മൾ നമ്മുടെ സമയം സേവ് ചെയ്യുക എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അങ്ങനെ പല കാര്യങ്ങൾ, ചിലപ്പം വീട്ടുജോലികളായിരിക്കാം, ചിലപ്പം ഹസ്ബൻഡ് ഒരു സഹായം ചെയ്യാനായിരിക്കും. സീക്ക് ചെയ്യുക യുവർ സഹായം. അത് എപ്പോഴും നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. നോട്ട് പ്രിപ്പയർ ചെയ്ത് മാത്രം ഇരിക്കാനുള്ള സമയമല്ല ഇത്, അതിനുള്ള സമയം കഴിഞ്ഞു. അടിപൊളിയായിട്ട് എഴുതാനുള്ള സമയമല്ല ഇത്, സമയം കഴിഞ്ഞു. ഇനി പഠിക്കാനുള്ള സമയമാണ്. ഒരു ദിവസം നിങ്ങൾക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു മോഡ്യൂൾ തീർക്കാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വെറും 5 ദിവസം മാത്രമായിരിക്കും. ഒരു മോഡ്യൂൾ തീർക്കാനുള്ള സമയം 5 ദിവസം മാത്രമാണെങ്കിലേ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് റിവിഷൻ നടത്തി മോഡൽ എക്സാം എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആദ്യത്തെ 45 ഡേയ്സ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്, ആദ്യത്തെ 45 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് സിലബസ് തീർക്കുക. ദെൻ 50 ഡേയ്സ് റാപ്പിഡ് റിവിഷൻ. മോഡൽ എക്സാംസ് ഉണ്ടാകും, റാപ്പിഡ് റിവിഷൻസ് ഉണ്ടാകും. ഇതിനോടൊപ്പം തന്നെ GK പോർഷൻസ് കവർ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 45 ദിവസത്തിൽ ഒരു 8 മോഡ്യൂളുണ്ട്. 8 മോഡ്യൂളിന് 5 ഡേയ്സ് കൊടുത്താൽ 40 ദിവസം കൊണ്ട് 8 മോഡ്യൂൾ തീർക്കും. അടുത്തുള്ള 5 മോഡ്യൂൾ കൊണ്ട് GK കവർ ചെയ്യണം. ഇതിനെല്ലാം സ്റ്റഡി മെറ്റീരിയൽസും ഇതിനെല്ലാം ക്ലാസ്സുകളുടെ PPTകളും കംപ്ലീറ്റ് അധ്യാപകരും ടീം CCയുടെ ഭാഗമായിട്ട് 12-ലധികം അധ്യാപകരാണ് ഓരോ വിഷയത്തിലേക്കും വരുന്നത്. ഈ ഒരു ടീം മറ്റൊരു സെന്ററിനും ഇല്ല എന്ന് ഉറപ്പുവരുത്തി തന്നെയാണ് ഞങ്ങൾ പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നത്. ഞങ്ങൾ ഇവിടെ റെഡിയാണ്. പോരാട്ടവുമായിട്ട്, HSA പോരാട്ടവുമായിട്ട്, പുതിയ ബാച്ചുമായിട്ട് ഞങ്ങൾ റെഡിയാണ്. കൂടെ കൂടാൻ ആഗ്രഹമുള്ള, റാങ്ക് നേടാൻ ഉറപ്പുള്ള എല്ലാവരെയും വിളിച്ചോ, ഒരുമിച്ച് വിളിച്ചോ. ഞങ്ങൾ ഉറപ്പ് പറയുന്നു, കഴിഞ്ഞ തവണത്തെ 1, 2, 3 റാങ്കുകൾ മിക്ക ജില്ലകളിലെ പല സബ്ജക്റ്റുകളിലും നേടിയ അതേ കോൺഫിഡൻസോടുകൂടി നിങ്ങളെ ഞങ്ങൾ പരിശീലിപ്പിക്കാം. പുതിയ ബാച്ചിലേക്ക് താല്പര്യമുള്ളവരൊക്കെ രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജില്ലാ വൈസ് പരീക്ഷകൾ നമുക്കൊന്ന് നടത്തി നോക്കാം. നിങ്ങളുടെ ഏത് സബ്ജക്റ്റും ആയിക്കൊള്ളട്ടെ,
എല്ലാ സോഷ്യൽ സയൻസ് ഒഴിച്ചുള്ള HSAയുടെ മലയാളം, ഇംഗ്ലീഷ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഹിന്ദി എന്നീ സബ്ജക്റ്റുകളുമായിട്ട് നമ്മൾ എന്ത് വരുന്നുണ്ട്, മാത്സ് ഞാൻ പറഞ്ഞു എന്ന് വരുന്നു, സോഷ്യൽ സയൻസ് ഉറപ്പുള്ള എല്ലാ വിഷയത്തിനുമായിട്ട് ടീം CC ഓരോ ജില്ലയിലും അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിന് വേണ്ടി പരീക്ഷകൾ നടത്തുന്നു. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അതോടൊപ്പം തന്നെ ഇനിയും കൂടുതൽ അറിയാനുണ്ട് HSA പറ്റി. HSA പറ്റി അറിയാൻ താല്പര്യമുള്ള ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്ന ഒരു വെബിനാർ ഞങ്ങൾ നടത്തുന്നുണ്ട്. അതും ഞാൻ താഴെ പിൻ ചെയ്തിരിക്കാം. ഫ്രീ ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഒക്കെ സ്റ്റുഡൻസിന് വേണ്ടി ക്വസ്റ്റ്യൻസും ഡെയിലി പൂളും സ്റ്റഡി മെറ്റീരിയൽസും കറണ്ട് അഫയേഴ്സും ഒക്കെ കിട്ടുന്ന കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുണ്ട്. അതും ഞാൻ ഷെയർ ചെയ്തിരിക്കാം. മറക്കണ്ട, HSA പോരാട്ടത്തിൽ ടീം CC അടിപൊളിയായിട്ട് സജ്ജരാണ് ഇവിടെ. നമുക്ക് ഒരുമിച്ച് നേടാം HSA.